ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അതിനായിട്ട് ഞാനിവിടെ 2 മീറ്റർ ഹക്കോബ പ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിന് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് യോക്ക് പോർഷൻ നമുക്ക് 15 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 15 ഇഞ്ച് നീളത്തിലാണ് യോക്ക് പോർഷൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ബാക്കിയുള്ള മാർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അതിൽ നമ്മൾക്ക് ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റിൻ്റെ വിഡ്ത്താണ്. അത് 7.5 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ ഒരു 4 ഇഞ്ചിൽ നമ്മളിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം. വി ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ക്വയർ വരക്കാണ്ട് തന്നെ ഡയറക്റ്റ് വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ്റ് ഉണ്ടല്ലോ അതും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കും ഫ്രണ്ടും വേറെ വേറെ ആക്കിയിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്കാണ്. ബാക്ക് പോർഷനാണിത്. ഇത് ഫ്രണ്ട് പോർഷൻ. ഇതിൻ്റെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കും കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം. ബാക്ക് പോർഷന് നെക്ക് മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. നെക്കും നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ചുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് ബോക്സ് പോലെ ആക്കിയിട്ട് അത് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ലൈനിങ് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തു. ബാക്ക് പോർഷൻ ബാക്കിലത്തെ നെക്ക് നമ്മൾ ലൈനിങ് ഇട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ ക്ലോത്തിൽ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ കാണിച്ചിട്ടില്ല, കട്ട് ചെയ്യണത്രേ. ഇനി നമ്മൾ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. ഷോൾഡറിൻ്റെ ആ ഭാഗത്തും താഴെ ഭാഗത്തുമായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പ്ലീറ്റ്. അപ്പോൾ 3 ഇഞ്ച് വിട്ടിട്ട് വേണം സ്ലീവിൻ്റെ വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. 3 ഇഞ്ച് വിട്ടിട്ട് 9 ഇഞ്ചിൽ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ചും പിന്നെ അവിടെ നിന്ന്
അങ്ങനെ ചെരിച്ച് ഇതുപോലെ വരച്ച് കൊടുക്കാം. താഴെ ഭാഗത്തും അതേപോലെ 3 ഇഞ്ചിൽ നമ്മൾ പ്ലീറ്റിനായിട്ട് വിട്ട് കൊടുത്തിട്ട് വേണം ബാക്കി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കാം. മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3 ഇഞ്ച് പ്ലീറ്റിനായിട്ട് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. താഴെ ഭാഗത്തും അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയോ കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കഴിഞ്ഞു. പീറ്റർ പാൻ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തില്ലേ ലൈനിങ്ങിൽ ഫ്രണ്ട് പോർഷൻ, അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതായത് ഒരു 2 ഇഞ്ച് ഇറക്കി വേണം വെക്കാനായിട്ട്. മുകൾ വശത്ത് 2 ഇഞ്ചെങ്കിലും ഇറക്കി വേണം, താഴേക്ക് ഇറക്കി വേണം വെക്കാനായിട്ട്. അതായത് മുകളിൽ ഒരു 2 ഇഞ്ചോ 1 ഇഞ്ചോ വിട്ടിട്ട് നമ്മൾ ഈ ക്ലോത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വി ഷേപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ വരച്ച് കൊടുത്തതിന് പുറത്തേക്കായിട്ട് 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ വി ഷേപ്പിൽ തന്നെ വരച്ച് കൊടുക്കാം. താഴെ ഭാഗത്തൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയാണ് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. മറ്റേ കോളർ പോലെയല്ല, വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ 15 ഇഞ്ചിൽ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ വരുന്നത് വേസ്റ്റിന് താഴേക്കുള്ളത് 22 ഇഞ്ച് നീളത്തിൽ ഉള്ള ക്ലോത്താണ്. പിന്നെ വരുന്നത് താഴെ ഭാഗത്ത് 11 ഇഞ്ച് നീളത്തിലാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ എടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ത്ത് 48 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൽ തയ്യൽ തുമ്പ് 2 ഇഞ്ച് മൈനസ് ചെയ്താൽ 46 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. 46 ഇഞ്ച് നീളത്തിൽ കിട്ടും. ഫസ്റ്റ് നമുക്ക് വേസ്റ്റിന് താഴേക്കുള്ള ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. 22 ഇഞ്ച് നീളത്തിൽ നമ്മൾ പിന്നെ തുണി മാർക്ക് ചെയ്ത് കൊടുക്കാം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ വീതി വരുന്നത് നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് ഉണ്ടല്ലോ, എത്രയാണോ വേസ്റ്റ് വിഡ്ത്ത് അതിൻ്റെ ഡബിളായിട്ടാണ് നമ്മൾ തുണി എടുത്തു കൊടുക്കേണ്ടത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. കറക്റ്റ് എല്ലാ ഭാഗത്തും നമ്മൾ 22 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നീളം. എന്നിട്ട് അത് സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫസ്റ്റത്തെ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് 2 ഭാഗം ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി വരുന്നത് 11 ഇഞ്ച് നീളത്തിൽ ഏറ്റവും താഴെ വരുന്ന ഭാഗമാണ്. ഏറ്റവും താഴെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. 11 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ യോക്ക് പാർട്ട് വെച്ചു, 15 ഇഞ്ച് നീളത്തിലുള്ള യോക്ക് പാർട്ട് വെച്ചു. അതിന് നേരെ താഴെ 22 ഇഞ്ച് നീളത്തിലുള്ള തുണി വെച്ച് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് 11 ഇഞ്ച് നീളത്തിലുള്ള തുണി വെച്ച് കൊടുത്തു. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. ടോട്ടൽ ലെങ്ത്ത് 48 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് മൈനസ് ചെയ്തിട്ടാകുമ്പോൾ 46 ഇഞ്ച് കിട്ടും. ഫോൾഡിലെ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 30 ഇഞ്ച് നീളത്തിലാണ്
ലൈനിങ് എടുത്ത് കൊടുക്കുന്നത്. ഒരു 30 ഇഞ്ച് നീളത്തിൽ മതിയാവും. അങ്ങനെ ലൈനിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മെയിൻ ക്ലോത്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ ലൈനിങ് ക്ലോത്ത്, അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് ലൈനിങ് ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്രണ്ട് പോർഷൻ നമ്മൾ എന്താണ് നല്ല ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ, അതിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ലൈനിങ് തിരിച്ചിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം ലൈനിങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ലൈനിങ് അതായത് ഉൾവശത്ത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ടാണ് ഈ കോളർ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് കോളർ വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ, അതിന് മുൻപേ നമ്മൾ ഈ കോളറിന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കോളറിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ റൗണ്ട് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, റാ പോലെ, ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കോർണർ വരുന്ന ആ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പിന്നോണ്ട് ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ അരികു വശം ക്ലിയർ ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പിൻ ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരികു വശം കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇനി നമ്മൾക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് മുകളിൽ കുറച്ച് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ താഴെ വശത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്, രണ്ട് വശത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്തും അതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് ഒരു 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വരെയാണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് താഴെ ഭാഗത്തൊരു പട്ട വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, അതിപ്പം പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. താഴെ വശത്തുള്ളതും മുകൾ വശത്തുള്ളതും പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വേസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ പ്ലീറ്റ് ഇട്ട ഭാഗം യോക്ക് പോർഷനായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. യോക്ക് പോർഷൻ ഇതുപോലെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പം പ്ലീറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കാം. രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ വശത്ത് വരുന്നതാണ് ഇത് 11 ഇഞ്ച് നീളത്തിലുള്ളത്. അത് താഴെ വശത്ത് വെച്ച് കൊടുക്കാം, ഏറ്റവും താഴെ.
2 പ്ലീറ്റാണ് വരുന്നത്. ഒന്ന് വേസ്റ്റിൽ നിന്ന് താഴേക്കും പിന്നെ അവിടുന്ന് ഏറ്റവും താഴെ വരുന്ന ഭാഗവും. അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്. സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. ലൈനിങ് ഞാൻ ഇതിൻ്റെ മുകളിൽ, അതായത് യോക്ക് പോർഷൻ ഉണ്ടല്ലോ, ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ലൈനിങ് വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ട്, അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പട്ട വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുൻപേ നമുക്ക് ഈ പട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. അതായത് ഈ പീസ് ഉണ്ടല്ലോ താഴെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന പോർഷൻ, അത് ഒരു 3 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും 3 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയൊരു വർക്ക് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു സീക്വൻസ് വർക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നൂലൊക്കെ പുറത്ത് കാണുമല്ലോ, അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമുക്ക് സീക്വൻസ് വർക്ക് ഇപ്പം തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ആ നൂലൊക്കെ വരും, സ്റ്റിച്ചിങ് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് വർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.